നമസ്കാരം. IPLന്റെ മെഗാ താരലേലം കഴിഞ്ഞപ്പോൾ ചില താരങ്ങൾ വലിയ നിരാശയിലും ഷോക്കിലുമാണ്. കാരണം ലേലത്തിൽ ഉറപ്പായും ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാകാമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ചിലർ അൺസോൾഡായി മാറിയിരുന്നു. ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമല്ല, ചില വിദേശ കളിക്കാർക്കും ഇതുപോലൊരു അവസ്ഥയിലേക്ക് കടന്നുപോകേണ്ടി വന്നിട്ടുണ്ട്. ലേലത്തിൽ അൺസോൾഡായി മാറിയെങ്കിലും ചില താരങ്ങൾ നിരാശപ്പെടാൻ വരണ്ട എന്നാണ് അറിയുന്നത്. അടുത്ത IPL സീസണിലേക്ക് അവർക്ക് ഇനിയും വിളിയെത്തിയേക്കും. പകരക്കാരനായിട്ടാകും ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസിക്കൊപ്പം ഇറങ്ങുന്നത്. ഈ തരത്തിൽ സർപ്രൈസ് കോള് ലഭിക്കാനിടയുള്ള കളിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇന്ത്യൻ മീഡിയം പേസറും ഓൾറൗണ്ടറുമായ ഷാർദുൽ ഠാക്കൂറാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ. IPLൽ ഒരു സമയത്ത് 10 കോടിയോളം പ്രതിഫലം വാങ്ങിയിട്ടുള്ള താരമാണ് അദ്ദേഹം. പക്ഷേ കഴിഞ്ഞ ലേലത്തിൽ 2 കോടി അടിസ്ഥാന വില ഉണ്ടായിരുന്ന ഷാർദുലിനെ ഒരു ടീം പോലും വാങ്ങാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നിർണായക സംഭാവന നൽകാൻ ശേഷിയുള്ള താരമാണ് അദ്ദേഹം. 2015 IPL അരങ്ങേറിയ ഷാർദുൽ ഇതിനോടകം തന്നെ 95 മത്സരങ്ങളിൽ കളിച്ചു. ഇവയിൽ നിന്നും 138.91 സ്ട്രൈക്ക് റേറ്റിൽ 307 റൺസാണ് താരം നേടിയത്. ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ 9.23 എക്കണോമിക് റേറ്റിൽ 94 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. 2021 ചെന്നൈ സൂപ്പർ കിങ്സ് ചാമ്പ്യന്മാരായപ്പോൾ 21 വിക്കറ്റുകളാണ് ഷാർദുൽ നേടിയത്. ഓസ്ട്രേലിയയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണറും ഇതിഹാസ താരവുമായ ഡേവിഡ് വാർണറാണ് അടുത്ത സീസണിലേക്ക് സർപ്രൈസ് കോൾ ലഭിച്ചേക്കാവുന്ന രണ്ടാമത്തെ താരം. 2 കോടി രൂപയായിരുന്നു മെഗാലേലത്തിൽ ഇടം കയ്യൻ ബാറ്ററുടെ അടിസ്ഥാന വില. തീർച്ചയായും ഏതെങ്കിലും ഒരു ടീമൊക്കെ വാർണറെ വാങ്ങുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ച് അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു. ടൂർണമെന്റിൽ 3 സീസണുകളിൽ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് വാർണർ. ഒരു തവണ കിരീടമുയർത്തിയ ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. മാത്രമല്ല IPL ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ വിദേശ താരം കൂടിയാണ് അദ്ദേഹം. 184 മത്സരങ്ങളിൽ നിന്ന് 4 സെഞ്ചുറികളും 62 ഫിഫ്റ്റികളും അടക്കം 6565 റൺസാണ് വാർണറുടെ സമ്പാദ്യം എന്ന് പറയാനുള്ളത്. 7 സീസണുകളിൽ 500-ന് മുകളിൽ റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത IPL സീസണിൽ ഏതെങ്കിലും ഒരു ടീമിന് അദ്ദേഹത്തെ ഓപ്പണറായി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ ഏറ്റവും അധികം വിളിയെത്തുക വാർണറിന് തന്നെയായിരിക്കും. ഇന്ത്യൻ മുൻനിര ബാറ്ററായ മായങ്ക് അഗർവാളാണ് പകരക്കാരനെ ഏതെങ്കിലും ഒരു ടീം ഫ്രാഞ്ചൈസി എടുക്കാൻ ഇടയുള്ള മൂന്നാമത്തെ താരം. ഏറെ അനുഭവ സമ്പത്തുള്ള ബാറ്റർ കൂടിയാണ് അദ്ദേഹം. പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റനുമായിട്ടുണ്ട്. പക്ഷേ മെഗാലയത്തിൽ മായങ്കിനെ വാങ്ങാൻ ഒരു ടീമും താല്പര്യം കാണിച്ചില്ല. അവസാന സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനോടൊപ്പമായിരുന്നു അദ്ദേഹം. IPL കരിയറെടുത്താൽ 33-കാരനായ താരം ഇതിനോടകം തന്നെ 127 മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു. 133.05 സ്ട്രൈക്ക് റേറ്റിൽ 2661 റൺസാണ് മായങ്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. ഒരു സെഞ്ചുറിയും 13 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പഞ്ചാബിനൊപ്പമാണ് താരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്.